ടീച്ചറായിട്ട് വർക്ക് ചെയ്തിരുന്നു. ടീച്ചിങ് എന്നെ പഠിക്കാൻ വിട്ടത് വീട്ടുകാരാണ്. ഞാൻ ഇഷ്ടത്തോടെ പ്രേമത്തോടെ പോയൊരു കാര്യമായിരുന്നില്ല. ഞാൻ പിന്നെ ജീവിതത്തിൽ നമുക്ക് എങ്ങനെയെങ്കിലും അത് സെറ്റിൽ ആവണം, ഒരു എന്താന്ന് നേരണം, ഒരു ശരിക്കും പറഞ്ഞാൽ അച്ഛനെയും പ്രൊഫഷനൊന്നും ഭയങ്കര കൺഫ്യൂഷനാണ്, ട്വിസ്റ്റഡ് ആയിരുന്നു എപ്പോഴും. പിന്നെ ഞാൻ എപ്പോഴും ടീച്ചിങ് സ്നേഹിക്കാൻ തുടങ്ങി. ഇപ്പൊ പഠിക്കണമല്ലോ, തെറ്റ് വേണം. എല്ലാവരും തെറ്റെന്ന് പറയുമ്പോൾ എന്റെ ഫാമിലിയിൽ ഇവിടെ സൂര്യ എന്നുള്ളതായിരുന്നു. സൂര്യ പറഞ്ഞത് നേരെ ഓപ്പോസിറ്റാണ്. എന്തോ വലിയ സംഭവമാണ്, ആ എക്സാം എഴുതി കിട്ടിയ എന്തോ വലിയ സംഭവമാണ് ഇവിടെയൊക്കെ. അതായത് എന്റെ വീട്ടിലും എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിലും എന്റെ വീട്ടിലും. അങ്ങനെ ഞാൻ ലാസ്റ്റ് ഇവിടെ വന്നു. ആദ്യം സാറിനെ വന്ന് കണ്ടിട്ട് പോയ ഒരാളാണ്. പിന്നീട് സെക്കൻഡ് ഞാൻ വരുമ്പോൾ കണ്ടു, ഇവിടെ അഡ്മിഷൻ എടുത്തു. പഠിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, എനിക്ക് ബേസിക് ഒന്നും അറിയില്ല സാർ, എനിക്ക് മാത്സ് സബ്ജക്ട് വേണ്ട സാർ, മാത്സ് വേണ്ട എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങനെയാണ് ഞാൻ കാറ്റഗറി മാറ്റി ചിന്തിച്ച് സാർ എന്നെ ഹെൽപ്പ് ചെയ്തു. പിന്നെ ഇവിടെയുള്ള അധ്യാപകര് ഇംഗ്ലീഷ് അറിയോ, അറിയാം, മാത്സ് അറിയോ, അറിയാം, എന്തൊക്കെ അറിയാം, എന്തൊക്കെയോ അറിയാം, ആ ഒരവസ്ഥയായിരുന്നു എന്റേത്. പക്ഷെ ഇവിടെ നിന്നുള്ളൊരു നമ്മളെ സപ്പോർട്ട് ചെയ്ത്, മെന്റൽ സപ്പോർട്ട്, പിന്നെ അതുപോലെ നമുക്ക് എല്ലാ സബ്ജക്റ്റിന്റെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്നത്. മലയാളം നന്നായിട്ട് സംസാരിക്കില്ലേ, മലയാളത്തിലൊന്നും നമുക്ക് ഈ ഗ്രാമർ അറിയത്തില്ല. ഇവിടെ വന്നിട്ട് സാറുമാരായിരുന്നു നമ്മളെ ഹെൽപ്പ് ചെയ്തത്. അതുപോലെ വന്ന ക്ലാസ്സുകൾ നല്ല രീതിയിൽ അറ്റൻഡ്. ഞാൻ 3 മാസത്തെ കോഴ്സായിരുന്നു എടുത്തത്. അതിൽ 2 മാസമാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. അതിൽ 1.5 മാസമാണ് കണ്ടിന്യൂസ് വന്നിട്ടുള്ളത്. അങ്ങനെ സ്റ്റുഡന്റ് ആണ്. അതിൽ പിന്നെ പറയുകയാണെങ്കിൽ ഇവിടുന്ന് എനിക്ക് PSC ഓഡിയോന്റെ കൂട്ടുകാരുണ്ട്. ഇവിടെ വന്ന് കുറെ കൂട്ടുകാരെ PSC ഓഡിയോന്റെ ക്ലാസ് എന്തൊക്കെ പറഞ്ഞാൽ ഈ ക്ലാസ് ഇവിടുന്ന് കിട്ടുന്ന ക്ലാസ്സിന് പുറമെ ഞാൻ അറ്റൻഡ് ചെയ്ത് നോക്കിയതായിരുന്നു PSC ഓഡിയോ. അതങ്ങനെയല്ലേ, ഓഡിയോ PSC ആ ഒരു ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നു. പഠിക്കുന്ന സമയം റെഗുലർ ആയിട്ട് പഠിച്ചു. ഫംഗ്ഷൻസ് ഒരു ഫംഗ്ഷന് പോയി, അതോടെ എനിക്ക് സിക്കായി. ഞാൻ 1 മന്ത് ലീവായി. അതിനുശേഷം ലാസ്റ്റിലേക്ക് ഞാൻ കണ്ടിന്യൂസ് വീട്ടുകാരെ കുറച്ച് വെപ്പിച്ച് തരും. പഠനം മാത്രമായിരുന്നു, മുന്നിൽ പഠിക്കുക മാത്രം. ഞാൻ ഫുൾ ടൈം ഞാൻ ഇവരോട് പറയാം, പഠിക്കാനുള്ള സമയം നല്ല രീതിയിൽ പഠിച്ചു. പിന്നെ ഒരു ഗോൾ വെച്ചു, സാറ് പറഞ്ഞത് ഒരു ഗോൾ വെച്ചു, അത് വേണമെന്നുള്ളതായി. ലാസ്റ്റായിട്ട് കുറച്ച് ചാർജ്, എന്നാലും എക്സാം അടുത്തല്ലോ, നല്ലപോലെ പഠിക്കാം. ഈ രീതിയിൽ ഞാൻ ഫുള്ള് റിപ്പീറ്റ് ചെയ്ത് ഇവിടുന്ന് തന്ന ക്ലാസ്സുകൾ. പിന്നെ അതുപോലെ ഇംഗ്ലീഷ്, മലയാളം, പിന്നെ സോഷ്യൽ, EVS, പൊളിറ്റിക്സ്, എക്കണോമിക്സ് ഒക്കെ സിമ്പിൾ ആയിട്ട് തോന്നും. പക്ഷെ ഇവിടെ വന്ന് നമുക്ക് ടെസ്റ്റുകൾ ഉണ്ടെങ്കിലും തലയിലൊന്നും ഇരിക്കുന്നില്ല. അതിനൊക്കെ ഇവിടുന്ന് സപ്പോർട്ട് ചെയ്തത് നമ്മുടെ അധ്യാപകർ തന്നെയായിരുന്നു. ലാസ്റ്റ് സമയം ഉണ്ടായിരുന്ന ഒരു ഫോക്കസ് ചെയ്ത് പഠിച്ചത് ഇവിടുന്ന് അതിലുപരിക്കാൻ പറഞ്ഞാൽ ഓരോ PSC മാത്രമായിരുന്നു കവർ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ തോന്നുന്നു, ഞാൻ ആ ഫോക്കസ് ചെയ്ത് പഠിച്ചതുകൊണ്ട് ഇവിടുന്ന് സാർമാർ നമ്മളെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് മാത്രമാണ് മേ ബി ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. ഈ 1 മാർക്കിന്റെ കുറവുണ്ടായിരുന്നു റെക്ടിഫൈഡ് ആൻസർ കീ വരുമ്പോൾ. അന്ന് ഞാൻ വിചാരിച്ചു തോറ്റു എന്ന് വിചാരിച്ചു. പക്ഷെ ആൻസർ കീ നമുക്ക് പബ്ലിഷ് ചെയ്തപ്പോൾ ഒരു 3-4 മാർക്ക് കൂടെ കൂടുതൽ കിട്ടി. ഭയങ്കര ഹാപ്പിയായി, സന്തോഷമാണ്. ജനറൽ കാറ്റഗറി ആയി മനസ്സിലാക്കി അവിടെ എനിക്ക് ഭയങ്കര ഇവിടെ ഇരിക്കുന്ന ഈ ഒരു ഭാഗത്തുള്ള കൂട്ടുകാർക്കൊക്കെ അറിയാം. ഞാൻ എന്ന് ഡെയിലി പറഞ്ഞുകൊണ്ടിരുന്ന സാധനം ഇതില്ലെങ്കിൽ ഇനി ഞാൻ ഈ ടീച്ചിങ് പ്രൊഫഷൻ എന്ന് പറഞ്ഞ് വരില്ല എന്ന് വിചാരിച്ച ഒരാളാണ്. സന്തോഷമായി. എന്തായാലും അക്കാഡമിക്ക് അതുപോലെ സാറിന്